നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദിലെ ഗബൻ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഗബൻ എന്നുള്ളത് മുൻഷി പ്രേംചന്ദിൻ്റെയാണ്. അതിൻ്റെ കഥാവസ്തുവാണ്. ഇതിന് മുന്നിൽ ഉള്ള ചരിത്രചിത്രം നോക്കിയിരുന്നു. കഥാവസ്തു: रमानाथ के पिता दयानाथ कचहरी में काम करते थे. वे नेक व ईमानदार थे, रिश्वत नहीं लेते थे, घर का संभालना मुश्किल रहा. രമാനാഥിൻ്റെ അച്ഛൻ ദയാനാഥ് കോർട്ടിലാണ് ജോലി നോക്കിയിരുന്നത്. സത്യസന്ധമായിട്ടുള്ളതും നേർമയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. കൈക്കൂലി ഒരിക്കലും വാങ്ങിക്കില്ലായിരുന്നു. വീട് നടത്തിക്കൊണ്ടുപോകാൻ നല്ല രീതിയിൽ, കുടുംബത്തെ നടത്തിക്കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. രമാനാഥ് ശതരഞ്ജിക്ക് പ്രിയവ ഉല്ലാസ് പ്രിയത. എന്നാൽ രമാനാഥാണെങ്കിൽ എന്നും ഈ ചെസ് കളിക്കുന്നതിലും വളരെയധികം സുഖലോലുപനായി ജീവിക്കുവാനുമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഉസ്കി ഷാദി മുൻഷി ദീൻദയാൽ കി ബേട്ടി ജാൽപ സെ ഹുയി. അദ്ദേഹത്തിൻ്റെ ഈ രമാനാഥിൻ്റെ വിവാഹം ദീനദയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളായ ജാൽപയുമായി നടന്നു. ജാൽപ ആഭൂഷൺ പ്രീതി. ജാൽപ വളരെയധികം ആഭരണ പ്രിയയായിരുന്നു. ഉസേ ചന്ദ്രഹാർ പഹന്നയ്ക്ക് തീവ്ര ഇച്ഛാതി. അവൾക്ക് ചന്ദ്രഹാരം അണിയുന്നതിന് വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മാനെ സമജായാക്കി ഷാദിക്ക് അവസർ പർ സസുരാൽ വാലെ ചന്ദ്രഹാർ പഹനായെങ്കിൽ. അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, വിവാഹത്തിൻ്റെ അവസരത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ നിനക്ക് ഈ മാല എന്തായാലും അണിഞ്ഞു തരും. വ ചന്ദ്രഹാർക്കെ സ്വപ്നമേ ഡൂബ് ഗയി. അവൾ ആ മാലയും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ദയാനാഥിനെ शादी में अपनी हैसियत से अधिक खर्च कर डाला. ദയാനാഥ് വിവാഹത്തിന് തൻ്റെ കഴിവിനേക്കാൾ കൂടുതലായി ചിലവഴിച്ചു. വേ കർജ്ദാർ ബനെ. കടംകാരനായി തീർന്നു. ബഹുക്കെ ഗഹനെ ബേജ്കർ ഖർച്ചുക്കാന ചാഹ. മരുമകളുടെ ആഭരണം വിറ്റുകൊണ്ട് കടം വീട്ടാനായി ആഗ്രഹിച്ചു. പരന്തു രമാനാഥ് തയ്യാർ നഹീന്ത. എന്നാൽ ഭാര്യയുടെ ആഭരണങ്ങൾ എടുത്ത് വിൽക്കുന്നതിന് രമാനാഥ് തയ്യാറായില്ല. ഉസ്നെ പത്നിക്ക് ഗഹനെ ചുരാക്കർ കർജ് ചുക്കാ ദിയ. അവസാനം വേറെ ഒരു വഴിയില്ലാതെ വന്നപ്പോൾ ഭാര്യയായ ജാൽപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കടം വീട്ടി. അബ് രമാനാഥ് നൗക്കരിമേ ലഗയ. അവസാനം രമാനാഥ് ഒരു ജോലിയിൽ ചേർന്നു. വേതൻ 30 രൂപയെ 30 രൂപ ശമ്പളം. ഊപ്പരിയ 100 രൂപയെ ഇസ്മേ വ രയീസ് മൻതത. 100 രൂപ ശമ്പളം ലഭിക്കുന്ന സമയത്ത് വളരെയധികം വലുതായി കണക്കാക്കിയിരുന്നു. സൈർ സിനിമ ആദ്യമേ ഖർച്ച് ബഡ്താ ഗയ. എല്ലാവിടെയും നടക്കാൻ പോകാൻ, സിനിമ മുതലായവയ്ക്ക് ഒരുപാട് ചിലവ് വർദ്ധിച്ചു വന്നു. ജാൽപക്കെ ആഭൂഷൺ പ്രിയതാക്കോ നിബാനെ ഉദാർമേ ഗഹനെ കരീതെ. ജാൽപയുടെ ആഭരണ പ്രേമവും കൊണ്ട് അത് നടത്തുവാൻ വേണ്ടി കടമായി തന്നെ ആഭരണം വാങ്ങിച്ചു. ഗഹനെ പഹൻകർ ജാൽപ സഭാ സൊസൈറ്റി മേ ജാനെ ലഗി. ഈ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ജാൽപ സമൂഹത്തിലെ എല്ലാ സൊസൈറ്റിയിലേക്കും പോകാനായി തുടങ്ങി. ജാൽപക്കെ കങ്കൺ പർ മുഗ്ധ ഹോക്കർ വക്കീൽ ഇന്ദുഭൂഷൺ की पत्नी रतन ने कहा मुझे इसी तरह के कंगन बनवा दे. ജാൽപയുടെ വള കണ്ട്, കയ്യിലുള്ള വള കണ്ട് ഇഷ്ടപ്പെട്ട് വക്കീൽ ഇന്ദുഭൂഷൻ്റെ ഭാര്യ രത്തൻ എനിക്കും ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഉസ്നെ രമാനാഥ് കോ 600 രൂപയെ ദിയ. അതിനുവേണ്ടി 600 രൂപ രമാനാഥിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ജോഹരിനെ പിച്ചലി കർജ് കെ ലിയെ രൂപയെ രഖ് ലിയെ और നയെ കങ്കൺ ദേനെ സെ ഇൻകാർ ദിയ. ആ വള ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് ആ സ്വർണ്ണ പണിക്കാരൻ എന്ത് ചെയ്തു? കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുവാനുള്ള ആ പൈസയിലേക്ക് വയ്ക്കുകയും പുതിയത് ഉണ്ടാക്കി കൊടുക്കുന്നത് നിരസിക്കുകയും ചെയ്തു. കങ്കൺ കെലിയെ രത്തൻ കാ തഖാജ ബഡ്നെ ലഗ. വളയ്ക്ക് വേണ്ടി രത്തൻ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഏക് ദിൻ രമാനാഥിനെ ദഫ്തർ കാ പൈസ അപ്നി ജേബ് മേ രഖാത. ഒരു ദിവസം രമാനാഥ് ഓഫീസിലെ കുറച്ച് പൈസ തൻ്റെ പോക്കറ്റിൽ വെച്ചു വിട്ട് വീട്ടിലേക്ക് വന്നു. വ കഹീം ബാഹർ ഗയാത. ഉസ് സമയ ജാൽപാനെ രത്തൻ കോ രൂപയ വാപസ് കർ ദിയ. ആ ദിവസം വൈകുന്നേരം രമാനാഥ് പുറത്തെവിടെയോ പോയി വരുമ്പോഴേക്കും ജാൽപ രത്തന് ആ പൈസ എടുത്ത് തിരിച്ചു കൊടുത്തു. ബാത് ജാൻകർ രമാനാഥ് തടപ്പുട. ഇതറിഞ്ഞ രമാനാഥ് വളരെയധികം വിഷമിച്ചു. ലാച്ചാർ ഹോക്കർ സാരി ബാത്തേം ചിട്ടിമേം ജാൽപക്കോ ബദാദി. അവസാനം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള മടി കൊണ്ട് ഒരു എഴുത്ത് എഴുതി വെച്ചു. ലജ്ജാവശ് വ ബിന ടിക്കറ്റ് ലിയെ കൽക്കത്ത കി ഘാടി മേ ചട്ട് ബൈട്ട. നാണക്കേട് താങ്ങാൻ വയ്യാതെ ടിക്കറ്റ് പോലും എടുക്കാതെ കൽക്കത്തയിലേക്ക് വണ്ടി കയറി പോവുകയും ചെയ്തു. देवी दिन कलकत्ते का
സജ്ജൻ था। देवी दिन കൽക്കത്തയിലെ നല്ലൊരു വ്യക്തിയായിരുന്നു। टिकट कलेक्टर के सामने रमानाथ की मजदूरी देकर उन्होंने टिकट के पैसे अदा कर दिया। ടിക്കറ്റ് എടുക്കുന്ന ആ ടിക്കറ്റ് ചെക്കർ വന്ന സമയത്ത് രമാനാഥിൻ്റെ ആ കഴിവുകേട് കണ്ടുകൊണ്ട് ടിക്കറ്റിൻ്റെ പൈസ ദേവീദീൻ കൊടുത്തു. അബ് രമാനാഥ് ദേവീദീൻ കെ സാത്ത് രഹനെ ലഗ. അവസാനം രമാനാഥ് ദേവീദീനോടൊപ്പം താമസിക്കുവാനും തുടങ്ങി. രമാനാഥ് को इस बात का बैदा कि रुपयों की चोरी की अपराध में पुलिस उसके पीछा करेगी. രമാനാഥിനുള്ള പേടി ഇതായിരുന്നു, ഓഫീസിലെ പൈസ മോഷ്ടിച്ചതിൻ്റെ തെറ്റിൽ പോലീസ് തന്നെ അന്വേഷിച്ച് വരുമോ എന്നുള്ളതായിരുന്നു. ഇസി ഡർ സെ വ ദിൻ ഭർ ഘർ മേം ഹി ബൈഠാ രഹതാ. പുറത്തെവിടെയും പോകാതെ വീട്ടിനകത്ത് തന്നെ ഒളിച്ചിരുന്നു. ഷാം കോ ബാഹർ നിക്കൽത്ത. വൈകുന്നേരം പുറത്തിറങ്ങും. പത്ര ദ്വാര ജാൽപക്കോ സാരി ബാത്തേ മാലൂം ഹുയി. എഴുതി വെച്ചതിനാൽ ജാൽപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഉസ്നെ അപ്നെ ഗഹനെ ഗിർവി രക്കർ ദഫ്തർ കെ പൈസെ ചുക്വാ ദിയ. അവൾ തൻ്റെ എല്ലാ ആഭരണങ്ങളും വിറ്റുകൊണ്ട് ഓഫീസിലുള്ള കടം വീട്ടി. ബേട്ടി കി മസ്ബൂരി ജാൻകർ ജാൽപ കെ പിതാജിനെ ഉസെ അപ്നെ ഘർ ബുലായ. അവളുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ജാൽപ്പയെ അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചു. പരന്തു മാന്യ ജാൽപ്പാനെ മായ്ക്കേ ജാനേസെ ഇൻകാർ കർ ദിയ. എന്നാൽ അവൾ ഒരിക്കലും അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ रतन की सलाह पर जालपा ने अखबार में शतरंज का नक्शा छपवाकर विज्ञापन दिलाया कि इसको हल जो करेगा उसे 50 रुपये का पुरस्कार दिया जाएगा. രത്തൻ്റെ ഉപദേശപ്രകാരം ജാൽപ്പ പത്രത്തിൽ ഒരു ചെസ്സിൻ്റെ ഒരു പിക്ചർ കൊടുത്തുകൊണ്ട് അച്ചടിച്ചുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഇതിനെ ആരാണോ ശരിയായ രീതിയിൽ ചെയ്യുന്നത് അവർക്ക് 50 രൂപ സമ്മാനമായി ലഭിക്കും. ഭാഗ്യവശ് രമാനാഥ് ഉസ്മേം സഫൽ ഹുവ. ഭാഗ്യം കൊണ്ട് രമാനാഥിൽ അത് വിജയിക്കാൻ കഴിഞ്ഞു. ഉസ് പർ പ്രസന്ന ഹോക്കർ ദേവീദീൻ കി പത്നി ജഗ്ഗോനെ ബി 50 രൂപയെ ബേണ്ടുമേ ദിയ. അതിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ദേവീദിൻ്റെ ഭാര്യയും ജഗ്ഗോയും അവർക്ക് 50 രൂപ സമ്മാനമായി കൊടുത്തു. ഉൻ രൂപയോം സെ രമാനാഥിനെ ഏക് ചായക്ക് ദുക്കാൻ കോൽദി. ആ പൈസയും കൊണ്ട് രമാനാഥ് ഒരു ചായക്കട ആരംഭിക്കുകയും ചെയ്തു. രമാനാഥ് കോ യ പതാ ധാക്കി ജാൽപ്പാനെ ദഫ്തർ കെ രൂപയെ ചുക്കാ ദിയ. രമാനാഥിന് അറിയില്ലായിരുന്നു ജാൽപ്പ ഓഫീസിലെ കടം മുഴുവൻ വീട്ടിയ കാര്യം. ഇസ്ലിയെ ഉസെ അബ്ബി പുലീസ് കാ ബൈദ. പോലീസിൻ്റെ പേടി ഉണ്ടായിരുന്നു. ഏക് ബാർ പുലീസെ ഉസ്കാ പരിചയ ഹുവാ തോ പുലീസിനെ രമാനാഥ് കെ ബൈക്ക അനുചിത് ലാഭ് ഉഡാനാ ശുരു കിയ. ഒരിക്കൽ പോലീസ് പരിചയപ്പെട്ട സമയത്ത് പോലീസ് രമാനാഥിൻ്റെ ആ പേടിയുടെ അനുചിതമായ അതിന് അവിപരീതമായിട്ടുള്ള ആ ലാഭം എടുക്കാൻ ആരംഭിച്ചു. ഉസെ മുഖ്ബിർ ബൻകർ നിർദോഷ് ലോഗോं को जेल में डालना शुरू किया. ജയിലിലിടും എന്നുള്ള ഒരു കാര്യവും ആരംഭിച്ചു. സമാചാർ പത്ര ദ്വാര ദേവീദീൻ കോ പത ലഗാക്കർ ജാൽപ്പ ഉസേ ഘർ ഗയി. ആ പത്രത്തിൽ വഴി ദേവീദീൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് ജാൽപ്പ അവർ വീട്ടിലേക്കെത്തി. രമാനാഥ് കാ സാരാ ഹാലുസെ ദേവീദീനെ പതായ. രമാനാഥിൻ്റെ എല്ലാ കാര്യങ്ങളും ദേവീദീനോട് പറഞ്ഞു. ജാൽപ്പ രമാനാഥ് കോ പാക്കർ ബേഹദ് ഖുഷ് ഹോ ഗയി. ജാൽപ്പയ്ക്ക് രമാനാഥിനെ തിരികെ ലഭിച്ചത് വളരെയധികം സന്തോഷിച്ചു. രമാനാഥ് കോ झूठी गवाही के कारण पैसा खूब मिलने लगा. वह पुनः अमीर गिरी बरताना शुरू कर दिया. पुलिस ने रमानाथ को खुश करने वेश्या ജോഹര का प्रबंध किया. पुलिस रमानाഥിനെ സന്തോഷപ്പെടുത്തുന്നതിന് വേണ്ടി ജോഹരയെ ഏൽപ്പിച്ചു. രമാനാഥിനെ ശിഷ്ട വ്യവഹാർ സെ ജോഹര ने इरादा बदल दिया. वह रमानाथ की हिदैषी बन गई. അവൾ ആ രമാനാഥിൻ്റെ പെരുമാറ്റത്തിൽ രമാനാഥിനെ വളരെയധികം ഇഷ്ടപ്പെട്ടവളായി തീരുകയും ചെയ്തു. ദിനേശ് രമാനാഥ് की झूठी गवाही का शिकार होकर जेल में गया. ദിനേശ് രമാനാഥിൻ്റെ ആ നുണയായിട്ടുള്ള സാക്ഷിയിൽ പെട്ടുകൊണ്ട് ജയിലിലേക്ക് പോയി. ജാൽപ്പാനെ अपने पति के अपराध के प्रायश्चित के रूप में दिनेश के घर गई. ജാൽപ്പ തൻ്റെ ഭർത്താവ് ചെയ്ത ആ തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്ന രൂപത്തിൽ ദിനേശിൻ്റെ വീട്ടിലേക്ക് പോയി. ഉസ്കെ ഗർവാലും കി സേവാമേ ലഗയെ. വീട്ടിലുള്ളവരെ വളരെയധികം നല്ല രീതിയിൽ ശുശ്രൂഷിക്കാനായി തുടങ്ങുകയും ചെയ്തു. രമാനാഥ് കോ അപ്നി ജൂട്ടി ഗവാഹിക്കാർ പച്താവാ ഹുവ. രമാനാഥിന് തൻ്റെ ആ തെറ്റായ സാക്ഷി പറഞ്ഞതിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു. ഉസ്നെ ന്യായാധീശെ മിൽക്കർ അസലിയത്ത് ബദാദി. ആ കോർട്ടിൽ പോയി ജഡ്ജിയെ കണ്ട് ശരിയായ കാര്യം പറഞ്ഞു കേൾപ്പിച്ചു. ഇസ് പർ സബി ചൂട്ട് ഗയി. എല്ലാവരും അതിൽ നിന്നും രക്ഷപ്പെട്ടു. രമാനാഥ്
पर झूठी ഗവാഹ് का അഭിയോഗ് ഹുവ. രമാനാഥ് കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം അവിടെ വന്നു. ജോഹര और ജാൽപ के ബയാൻ സെ രമാനാഥ് ബി റിഹാ ഹോ ഗയ. ജോഹരയുടെയും ജാൽപയുടെയും ആ വാക്കുകൾ സാക്ഷിയിൽ നിന്നും രമാനാഥ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇസ് ബീച്ച് രത്തൻ വിധവ ഹോ ഗയി. ഇതിനിടയിൽ രത്തൻ വക്കീൽ ഇന്ദുഭൂഷൻ്റെ ഭാര്യ രത്തൻ വിധവയായിത്തീർന്നു. വഹ് ബി ജാൽപ के पास आ गई. അവരും ജാൽപയോടൊപ്പം വന്നു. ദേവി ദീനെ പ്രയാഗ് കെ പാസ് ഏക് ഗാവ് മേ ജമീൻ ലി. ദേവി ദീന് പ്രയാഗിനടുത്ത ഒരു ഗ്രാമത്തിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. വഹാം കേത്തി കർക്കെ ജീവൻ വിധാനെ ലഗ. അവിടെ കൃഷി ചെയ്തുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടാൻ തുടങ്ങി. ഇത്നെ മേ രത്തൻ കി മൃത്യു ഹോ ഗയി. ഇതിനിടയിൽ രത്തൻ മരിച്ചുപോയി. ഗംഗ കെ കിനാരെ ഡൂബ്ത്തെ ഹുയെ ബച്ചെ കോ ബച്ചാനെ മേ പ്രയത്ന ജോഹര ബി ഗംഗ മേ ഡൂബ് ഗയി. ഗംഗയിൽ ആ തീരത്ത് മുങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിൽ നിന്നും ജോഹര ഗംഗയിൽ മുങ്ങിപ്പോയി. രത്തൻ और ജോഹര की स्मृतियाँ देवी दीन और जग्गो की त्याग स्मृतियों को समझोए हुए जाल्पा और देवी दीन का जीवन आनंदमय बिताने लगा. രത്തൻ്റെയും ജോഹരയുടെയും ആ ഓർമ്മയിൽ ദേവി ദീനും ജഗ്ഗവും എല്ലാം തേച്ചിട്ടുള്ള ആ ഓർമ്മയും കൊണ്ട് ജാൽപ്പയും ദേവി ദീനും ജീവിതത്തിൽ ആനന്ദമയമായി ജീവിക്കാനായി തുടങ്ങുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.